പിന്നാലെ ഈ സമുദായം കടന്നു വന്നിട്ടുണ്ട്. കേരളത്തിൽ നേതൃത്വ മുജാഹിദീന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന എ.പി. അബ്ദുൽ ഖാദർ മൗലവി റഹിമഹുല്ലാ അദ്ദേഹത്തോട് എന്താണ് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാക്കിയ മാറ്റം എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുമായിരുന്നു, ആ മാറ്റം അറിയാൻ ചരിത്ര പുസ്തകങ്ങൾ തപ്പണ്ട, ചരിത്ര ഗ്രന്ഥങ്ങൾ പരതണ്ട, നിങ്ങൾ അങ്ങും ഇങ്ങൊന്നും പോകണ്ട, കേരളത്തിന്റെ അതിർത്തി വിട്ടൊന്ന് പോയി നോക്കിയാൽ മതി. കേരളത്തിന്റെ അതിർത്തി വിട്ടൊന്ന് പോയി നോക്കുക. കർണാടകയിലെ, തമിഴ്നാട്ടിലെ, ബംഗാളിലെ, ആന്ധ്രയിലെ, ഹൈദരാബാദിലെ, യു പിയിലെ, ബീഹാറിലെ, ജാർഖണ്ഡിലെ, കാശ്മീരിലെ, രാജസ്ഥാനിലെ മുസ്ലിങ്ങളുടെ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി, അവരുടെ അവസ്ഥയൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി എന്ന് എ.പി. പറയുകയായിരുന്നു. ഇപ്പൊ നമ്മളാരും അങ്ങോട്ട് പോകണ്ട, കാരണം അതൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെ നാട്ടിൽ. ഇല്ലേ? ബംഗാൾ നമ്മളെ നാട്ടിലുണ്ട്, ആസാമിൽ നിന്നുള്ളവർ നമ്മളെ നാട്ടിലുണ്ട്, കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും യു പിയിൽ നിന്നൊക്കെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒന്ന് ചോദിച്ചു നോക്കൂ, എന്താണ് അവരുടെ മതപരമായ ബോധം ഉള്ളത്? എന്താണെന്നറിയോ? നമ്മൾ ഇവിടെ ഇങ്ങനെ തപ്പിയോക്കിയാൽ ഒരു 50 വയസ്സിന് മുകളിൽ, 40 വയസ്സിന് മുകളിലുള്ള, അല്ല 50 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ പേരൊക്കെ നോക്കിയാൽ എന്താ? മൊയ്തു, സൂപ്പി, കുഞ്ഞൂപ്പി, ഔള്ള, പോക്കർ, ഇതൊക്കെയാണ്. ബംഗാളിന്റെ പേര് ചോദിച്ചോക്കെ എന്താ പേര്? ഇസ്സത്തുൽ ഇസ്ലാം, ഖുവ്വത്തുൽ ഇസ്ലാം, താജുൽ ഇസ്ലാം, മുനവ്വിറുൽ ഇസ്ലാം എന്നൊക്കെ പറഞ്ഞ് കേട്ടാൽ ചായ വാങ്ങിക്കൊടുക്കേണ്ട ജാതി പേരാണ്. ആ പേരല്ലാതെ വേറെന്താ ഉള്ളത്? പണ്ഡിതന്മാരില്ലാത്തതുകൊണ്ടാണോ? ലോക പ്രസിദ്ധരായ പണ്ഡിതന്മാർ ഇന്ത്യയുടെ ഉത്തരഭാഗത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തേ? വിദ്യാഭ്യാസപരമായി, സാമൂഹികമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി ഒരവബോധം ആ ജനസമൂഹത്തിന് ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അവിടെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നടന്ന വക്കം മൗലവി ഇല്ലാതെ പോയി, അവിടെ കെ.എം. സീതി സാഹിബ് ഇല്ലാതെ പോയി, അവിടെ കെ.എം. മൗലവി സാഹിബ് ഇല്ലാതെ പോയി, അവിടെ മൊയ്തു മൗലവി ഇല്ലാതെ പോയി, അവിടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇല്ലാതെ പോയി, അവിടെ സീത്ത് മുഹമ്മദ് ഖായ സാഹിബ് ഇല്ലാതെ പോയി. അതല്ലാതെ വേറെ ഒരു ഉത്തരമില്ല. ഈ രാഷ്ട്രീയ ബോധം കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം, നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്താണ്. അത് തകർക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുക്കം ഫൈസി ആരുടെയൊക്കെയോ അച്ചാരം വാങ്ങി ശ്രമിക്കുന്നത്, ഒറ്റിക്കൊടുക്കുന്നത് എന്നീ സമുദായം തിരിച്ചറിയണം. മുസ്ലിം ലീഗിനെ മാത്രമല്ല, മുസ്ലിങ്ങൾ നേടിയെടുത്ത ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. പല മാധ്യമ പ്രവർത്തകരും ചോദിച്ചു, എന്താ നിങ്ങൾ ഇതിലൊന്നും പ്രതികരിക്കാത്തത്, ഇതിൽ നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഞാൻ പറഞ്ഞത്, ഞങ്ങൾ പറയുന്നില്ല, പറയേണ്ട സമയമായിട്ടില്ല. ഇവർ ശ്രമിക്കുന്നത് കേരളത്തിലെ മുസ്ലിങ്ങളുടെ രാഷ്ട്രീയ ബോധത്തെ തകർക്കുവാനാണ്. അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ഉണ്ടാകും. മുസ്ലിം ലീഗിനല്ല, മുസ്ലിം രാഷ്ട്രീയ ബോധം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായി സ്വാതന്ത്ര്യത്തിന് മുമ്പ്. ആരാ ഇവിടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്? ഇവിടെ നേതൃത്വത്തിൽ ഉണ്ടായത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ്. ഒറ്റപ്പാലം സമ്മേളനം കഴിഞ്ഞ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മരിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള നിമിഷം വരെ മലബാറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം എന്നല്ല ഞാൻ പറയുന്നത്, ഡയറി കുറിപ്പ് എന്ന മലബാറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡയറി കുറിപ്പ് എഴുതിയാൽ അതിൽ എല്ലാ ദിവസവും ആവർത്തിച്ച് എഴുതേണ്ടി വരുന്ന ഒരേ ഒരു പേര് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേരാകും. ആ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് നേതൃത്വം നൽകി. ഈ മൊയ്തു മൗലവി ഉണ്ടായി, കെ മൗലവി ഉണ്ടായി, കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ഉണ്ടായി. അവരെല്ലാവരും ഈ മുസ്ലിം സമൂഹത്തെ സ്വാതന്ത്ര്യ സമരത്തോട് ചേർത്ത് നിർത്തി. 1926 സമസ്ത ഉണ്ടാകുന്നത്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, 1926 മുതൽ 1947 ഓഗസ്റ്റ് 14 വരെ സമസ്തയുടെ ഒരു നേതാവും സ്വാതന്ത്ര്യ സമരത്തിലില്ല. എന്താ ആലി മുസ്ലിയാരില്ലേ, വാര്യംകുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. ആലി മുസ്ലിയാർ സമസ്തയുടെ മുഷാവറ മെമ്പറല്ല. സമസ്ത ഉണ്ടാകുന്നതിന് മുമ്പ് ആലി മുസ്ലിയാർ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നിട്ടുണ്ട്. സമസ്തയുടെ മുഷാവറ മെമ്പർമാരില്ല. സമസ്ത പങ്കെടുത്തില്ല സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ. എന്ന് മാത്രമല്ല, പെൺകുട്ടികൾ കയ്യെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പ്രമേയം പാസാക്കിയ അതേ സമ്മേളനത്തിൽ സമസ്ത പാസാക്കിയ പ്രമേയം എന്താണെന്നറിയോ? നമ്മുടെ വൈസ്രോയിയായ ഇർവിൻ പ്രഭുവും പത്നിയും ഒരു സർക്കിട്ട് കഴിഞ്ഞ് ഡൽഹി പട്ടണത്തിലൂടെ സഞ്ചരിക്കവേ
ഏതോ ദുഷ്ടന്മാർ ബോംബാക്രമണം നടത്തിയതിൽ ഈ യോഗം വ്യസനിക്കുകയും ഭാഗ്യവശാൽ യാതൊന്നും ഫലിക്കാതെ പോയതിൽ അളവറ്റ ആനന്ദത്തെ വെളിവാക്കുകയും ചെയ്യുന്നു. ഇർവിൻ പ്രഭു ആരാ? സമസ്തന്റെ ഉഷാവുണ്ടോ? ഇർവിൻ പ്രഭു അന്നത്തെ വൈസ്രോയിയാണ്. ആ വൈസ്രോയിക്കെതിരെ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവർ ബോംബാക്രമണം നടത്തി. അത് ഇങ്ങനെ മണ്ണാർക്കാട് ചേർന്ന സമസ്ത എന്തിനാ സങ്കടം പ്രകടിപ്പിച്ചത്? ഒന്നും പറ്റാതെ പോയതിൽ ആനന്ദത്തെ വെളിവാക്കിയത് എന്തിനാ? സമസ്ത ബ്രിട്ടീഷുകാരോടൊപ്പമായിരുന്നു. 1933 ഫറോക്കിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രമേയം പാസാക്കി. സമസ്തയുടെ മുസ്ലിയാക്കന്മാരാരും കോൺഗ്രസ് കക്ഷിയാവാൻ പാടില്ലാത്തതും എല്ലാവരും ഗവൺമെന്റ് കക്ഷിയാകേണ്ടതും ആണ്. എല്ലാവരും ഗവൺമെന്റ് കക്ഷിയാകണം. ഇന്നത്തല്ല, അന്ന് ബ്രിട്ടീഷുകാരോടൊപ്പം നിൽക്കണം. ഒരു ചരിത്രം പറയുന്നുണ്ട്. സംസ്ഥാനയുടെ നേതാവായ നജീബ് മുസ്ലിയാർ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്ന കാലം തലശ്ശേരിയിൽ കുറെ മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ ചേർന്നു. ഇവർക്കൊരു പൂതി പരിപാടികളൊക്കെ വെക്കണം. അപ്പൊ പരിപാടികൾ വെക്കുമ്പോ ഇവിടെ പ്രസംഗിക്കാൻ വരുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, ഇമോദ് മൗലവി, കട്ലശ്ശേരി ഇമോദ് മൗലവി, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. പിന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഇതന്നെ ഉള്ളൂ, വേറെ ആരുമില്ല. നമ്മളൊരു മൊയിലാരെ കിട്ടണമല്ലോ എന്ന് വലിയ പൂതി. തലശ്ശേരിയിൽ കുറച്ച് ആളുകൾ നാദാപുരം പള്ളിയിൽ വന്നു. അന്ന് കുത്തുബി മുഹമ്മദ് മുസ്ലിയായിരുന്നു നാദാപുരത്ത് മുദരിസൻ. പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വന്ന ഇതിനാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പരിപാടി ഉണ്ട്, അതിൽ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് ഒരു ഗംഭീര പ്രസംഗം കിട്ടണം. നിങ്ങൾ തന്നെ വന്നാൽ ഗംഭീര സന്തോഷമായി. കുത്തുബി ചോദിച്ചു, ബ്രിട്ടീഷുകാര് പോണെന്ന് പറയാനാണോ പോകണ്ടെന്ന് പറയാനാണോ ഞാൻ വരേണ്ടത്? വന്ന ആളുകൾ അന്തപ്പെട്ടു. സ്വാതന്ത്ര്യ സമരം തന്നെ ബ്രിട്ടീഷുകാർ പോണെന്ന് പറയാനല്ലേ, പിന്നെ ഇത് ചോദിക്കാനാണ്? പോകണം എന്ന് പറയാനാണെങ്കിൽ ഞാൻ വരില്ല, പോകണ്ട എന്ന് പറയാനാണെങ്കിൽ ഞാൻ വരാം. ഉസ്താദെ അങ്ങനെ? ബ്രിട്ടീഷുകാർ എന്ന് പറഞ്ഞാൽ അഹ്ലി കിതാബാണ്. അഹ്ലി കിതാബ് പോയാൽ വരാനുള്ളത് മുശ്രിക്കുകളാണ്. നമ്മൾ കൂടുതൽ പിരിശം വെക്കേണ്ടത് അഹ്ലി കിതാബിനെയാണ്. അതുകൊണ്ട് അഹ്ലി കിതാബിനെ ഒഴിവാക്കിയിട്ട് മുശ്രിക്കുകളെ കൊണ്ടുവരാൻ പറഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. വന്ന ഒരാൾ പറഞ്ഞത്രേ, ഈ മൊയിലിയർക്ക് കാലം തിരിഞ്ഞിട്ടില്ല. അപ്പൊ വടിയെടുത്ത് എന്താടാ നീ പറഞ്ഞത് എന്ന് ചോദിച്ച് അടിക്കാനോടി. സ്വാതന്ത്ര്യ സമരത്തോട് സമസ്തക്കുള്ള സമീപനതായിരുന്നു. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹത്തെ കുറിച്ച് ചോദ്യം ചെയ്യുമ്പോ ഈ നാട്ടിൽ നിന്ന് ജീവിക്കുന്ന ഓരോ മുസ്ലിമും നെഞ്ചത്ത് കൈവച്ച് പറയും, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ സമുദായമാണ് ഞങ്ങൾ, ഈ മൊയ്‌ലു മൗലവിയുടെ സമുദായമാണ് ഞങ്ങൾ, കട്ടിലശ്ശേരിയുടെ സമുദായമാണ് ഞങ്ങൾ. നരക്കൽക്കുഴത്തങ്ങൾ ഉണ്ടായിരുന്നല്ലോ എന്ന് സ്വാതന്ത്ര്യ സമരത്തിലുണ്ടോ? സമസ്തയുടെ ഏത് വിശാപനം പറയണ്ടായിരുന്നത്? ഉണ്ടായിരുന്നില്ല. ഈ രാഷ്ട്രീയ ബോധം അത് തകർക്കുന്നു എന്ന് ഞങ്ങൾ പറയാനുള്ള കാരണതാണ്. അത് തകർക്കാൻ, ഈ രാഷ്ട്രീയ ബോധം ഇല്ലാതാക്കാനാണ് സമസ്ത തുടക്കം മുതൽ ശ്രമിച്ചത്. പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സമസ്തയെ പിടിച്ചു നിർത്തി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായി കേരളത്തിൽ. ആരാ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്? KM സിദി സാഹിബ്, KM മൗലവി.